നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിന് ഇനി അല്പസമയം കൂടിയേ കാത്തിരിക്കേണ്ടതുള്ളൂ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എങ്ങനെയാകും ബജറ്റ് എന്നതിന്റെ സൂചനകൾ അല്പസമയം മുമ്പ് നൽകിക്കഴിഞ്ഞു. ബുദ്ധിമുട്ടുള്ള കാലമാണ്. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകാൻ കഴിയുന്ന ഒരു ബജറ്റായിരിക്കും എന്ന സൂചന അദ്ദേഹം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു ബജറ്റ് കോൺക്ലേവാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇവിടെ വിദഗ്ധരുടെ വലിയ പാനലുണ്ട്. വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ സംഘം തന്നെ നമ്മോടൊപ്പം ഈ കോൺക്ലേവിലുണ്ട്. അവരിലേക്കൊക്കെ എത്താം. അവരുടെ പേരുകൾ: ഡോക്ടർ എൻ അജിത് കുമാർ, സാമ്പത്തിക വിദഗ്ധനാണ്, അദ്ദേഹം അധ്യാപകനുമാണ്. നിർമ്മൽ എബ്രഹാം, മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP പ്രതിനിധി. BJPയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ജയസൂര്യനെ കാത്തിരിക്കുന്നു. അതോടൊപ്പം ഷിബു മീരാനുണ്ട്, മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിന്റെ സ്വരമായി വരും. ഡോക്ടർ എസ് സന്തോഷ് കുമാർ പ്രൊഫസറാണ്, കുസാറ്റിൽ നിന്നും. ഐശ്വര്യ ചന്ദ്രൻ, സംരംഭക. അതോടൊപ്പം അശ്വതി മാനാലി, ദേവസി, സംരംഭക. അപ്പോൾ വനിതാ സംരംഭകർ എന്ത് പ്രതീക്ഷിക്കുന്നുവെന്ന് ഇവരിൽ രണ്ടുപേരിൽ നിന്ന് അറിയാം. അതോടൊപ്പം യുവാക്കളുടെ ഒരു പ്രതിനിധികളുണ്ട്, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുണ്ട്. രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസിലെയും അമിറ്റി ഗ്ലോബൽ ബിസിനസ് സ്കൂളിലെയും വിദ്യാർത്ഥികളും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ഈ ചർച്ച എന്ന് പറയുന്നത് വൈകുന്നേരം വരെയുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കും. അത് കഴിഞ്ഞാൽ ബജറ്റ് അവതരണമാണ്. ആ ബജറ്റ് അവതരണത്തിന് ശേഷം, ആ ബജറ്റ് കണ്ട ശേഷം അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ചർച്ചകളിലേക്ക് നമ്മൾ കടക്കും. എന്നോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ക്ഷാമകാലമാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ആ പ്രതിസന്ധികൾക്കിടയിലുള്ള ബജറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം? നിശ്ചയമായും രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന നിലയ്ക്ക് ജനങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. പ്രധാനമായും ഒരു ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്മൃതി, നമുക്കറിയാമല്ലോ, ആദ്യത്തെ ചോദ്യം നമുക്കെന്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വളരെ പ്രധാനമായും ഈ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാമത് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ ചോദ്യം. അത്തരം ചില സൂചനകൾ ധനമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രാലയവും നൽകുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 100 രൂപ മുതൽ 200 രൂപ വരെ കൂടാം എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ. നിശ്ചയമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ഈ വർഷം നടക്കാനിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായ ഒരു ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് എന്നുള്ളതാണ്. അതുപോലെ 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പിണറായി സർക്കാർ അന്ന് ചെയ്തത്, അതിന് തൊട്ടു മുമ്പ് തന്നെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അത് വലിയ അധിക ബാധ്യതയുണ്ടാക്കുകയും വിവാദമാവുകയും ചെയ്തൊരു സംഭവമാണ്. കാരണം ആഫ്റ്റർ കോവിഡാണ് അത്തരത്തിലൊരു ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത്. ഇപ്രാവശ്യവും അത് സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ക്ഷാമബത്തയുടെയും അതുപോലെ തന്നെ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള ക്ഷാമബത്തയുടെയും ഒക്കെ കുടിശ്ശിക നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ലീവ് സറണ്ടർ അടക്കമുള്ള കാര്യങ്ങളിനകത്ത് കുടിശ്ശിക നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പ്രധാനമായും ഞാൻ ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്, നമ്മൾ പല ആവശ്യങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന് മുന്നിലോട്ട് വെച്ചിരുന്നല്ലോ, അതിലൊന്നും തന്നെ പരിഗണന ഉണ്ടായില്ല എന്നൊരു പരാതി നമുക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു? പ്രധാനമായിട്ടും വയനാടുമായി ബന്ധപ്പെട്ട റീഹാബിലിറ്റേഷനിൽ എന്ത് നിലപാടെടുക്കുന്നു? അതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കുന്നു? വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കുന്നു? ഈ വിഷയങ്ങളിലൊക്കെ എത്രത്തോളം സർക്കാർ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും അഥവാ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നത്തിനകത്ത് നമ്മൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. നെല്ല് കർഷകരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യത്തിനകത്തൊക്കെ ചില പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഒരു ജനപ്രിയ ബജറ്റ് ഇപ്രാവശ്യം അവതരിപ്പിക്കാൻ നിർബന്ധിതമാണ് പിണറായി സർക്കാർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം